നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉടനുണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. കേസ് അട്ടിമറിക്കാൻ ADGP നേരിട്ട് ഇടപെട്ടതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചാലുടൻ അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് ഈ മർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഈ കേസ് അട്ടിമറിക്കാൻ നടന്ന നീക്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കേസ് അട്ടിമറിക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ആസൂത്രിത ശ്രമം നടന്നതായി കണ്ടെത്തിയത്. മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ ADGPയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പോലീസുകാരും ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നും അവർ പൂർണ്ണമായും കുറ്റക്കാരാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ മറച്ചുവെച്ച പ്രതികളായ പോലീസുകാർക്ക് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ADGP നേരിട്ട് ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് SITയുടെ കണ്ടെത്തലുകൾ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന SP ഷൗക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ മാസം സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറിയിരുന്നു. നിലവിൽ അജിത് കുമാറിനെതിരായ ഈ SIT റിപ്പോർട്ടിൽ DGP നിയമോപദേശവും തേടിയിരിക്കുകയാണ്. ഈ നിയമോപദേശം കൂടി ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് വൈകാതെ ആഭ്യന്തര വകുപ്പിന് കൈമാറുമെന്നും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ADGPക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണങ്ങൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളിയിട്ടുണ്ട്. ഏത് ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ വന്നിരിക്കുമെന്നും അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. മർദ്ദന സംഭവത്തിലെ അന്വേഷണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമായിട്ടുണ്ട്. MR അജിത് കുമാറാണ് കേസ് അട്ടിമറിച്ചതെന്ന ഔദ്യോഗിക റിപ്പോർട്ട് നിലവിൽ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും DGPയുടെ പക്കൽ നിന്നുള്ള അന്തിമ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിക്കുന്നതോടെ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന ആക്ഷേപം അത് വ്യാപകമായി നിൽക്കുന്നുണ്ട്. ഇതിനെ AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും അജിത് കുമാറിനെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ ആരോപണം തുടരുക തന്നെ ചെയ്യും.